ഗൈസ് ഞങ്ങളീ പോകുന്നത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലോട്ടോ. കല്യാണക്കാർക്ക് മുകളിൽ ഡ്രസ്സിൻ്റെ സെക്ഷനും താഴെ ഹൈപ്പർ മാർക്കറ്റുമാണ്. ഹൈപ്പർ മാർക്കറ്റിൽ നല്ല ഓഫേഴ്സ് ഇടാറുണ്ട് കേട്ടോ. അല്ലി ചെന്ന പാടെ ഒരു കുഞ്ഞു ട്രോളിയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. അവളുടെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോകുന്നത് വെറുതെ ചുമ്മാ ഇങ്ങനെ കൊണ്ടു കിടക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ ഈ മുമ്പൊക്കെ സ്റ്റിഫ് ആൻഡ് ഷെയിൻ കംഫർട്ട് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇപ്പം നമ്മളങ്ങനെ വാങ്ങാറില്ല, കാരണം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയായിട്ടാണ് ചെയ്യുന്നത്. നല്ല ലാഭം. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും സെക്ഷൻ ഉണ്ടല്ലോ, അവിടെയൊക്കെ നല്ല അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. അച്ചാമ്മ എടുക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം അവളുടെ ട്രോളിക്കകത്തോട്ട് തന്നെ അവളൊരു വെപ്രാളത്തിലായിരുന്നു. അമ്മ ജസ്റ്റ് വില നോക്കാനേ എടുക്കുന്നത്, പക്ഷേ അവളതെല്ലാം വാങ്ങിച്ച് അവളെ ട്രോളിക്കകത്തോട്ട് ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും അവിടുന്ന് പ്രൈസൊക്കെ ഒട്ടിച്ചിട്ട് അവിടെ നിന്ന് മാറി, കാരണം ഒട്ടും നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല തിരക്കുണ്ടായിരുന്നു ആ ഒരു സെക്ഷനിൽ. മറ്റുള്ളവരടുത്തും തിരക്കുണ്ട്, എന്നാൽ ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ തിരക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ അല്ലിയായിട്ട് ഞാൻ മാറി നിൽക്കും കേട്ടോ. അവിടെ ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ സ്വർണ്ണം വെളിച്ചെണ്ണ കേട്ടോ. അതിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പം സാധാരണ വെളിച്ചെണ്ണയ്ക്ക് ഇതാട്ടോ വെളിച്ചെണ്ണ. സാധാരണ ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് എനിക്കൊന്ന് 280 ആ റേറ്റൊക്കെ വരാറുണ്ട് കേട്ടോ. ഇതെനിക്കൊരു 180 ആ റേറ്റ് എങ്ങാണ്ടേ ഉള്ളായിരുന്നു. അതിന് ബിസ്ക്കറ്റൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഞങ്ങൾ ബിസ്ക്കറ്റൊന്നും എടുത്തിട്ടില്ലായിരുന്നു, പക്ഷേ നല്ല ഭംഗിയുണ്ട് അത് അടുക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി നിൽക്കുക. പിന്നെ നല്ല തിരക്കായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ പിള്ളേരുമായിട്ട്. പിന്നെ ബില്ലടിക്കുന്നിടത്ത് എന്തായാലും വലിയൊരു തിരക്കില്ലായിരുന്നു. നമ്മളെ ഫ്രണ്ടിൽ ഒരാൾ മാത്രമേ ആയിട്ടുള്ളത്. പിന്നെ പെട്ടെന്ന് ബില്ലടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പിന്നെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്, കാരണം നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, പിള്ളേർക്കൊക്കെ വിശപ്പുമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലോട്ട് കയറി. പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഹോട്ടലോ അങ്ങനെയൊന്നുമല്ല, നല്ലൊരു കുഞ്ഞു ഹോട്ടൽ, പക്ഷേ നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ നെയ് റോസ്റ്റ്, മസാല ദോശ, പൂരി അതൊക്കെയാണ് വാങ്ങിച്ചത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവുക. അപ്പം ടാറ്റാ ബൈ ബൈ, സീ യു.